മക്കളായിരുന്നു ചക്ക കൊണ്ടുള്ള ഒരു തോരനായിരുന്നു ഉണ്ടാക്കുന്നത്. പ്ലാവിൻ്റെ മിരട്ട് തന്നെ ഉണ്ട് ചക്ക, അത് കൊയ്ത് കൊണ്ടുവരട്ടെ. നല്ലോണം വെളിഞ്ഞീരുണ്ട് ചക്കയ്ക്ക്, ഇങ്ങനെ ചെത്തിയെടുക്കണം. ഇനി നമുക്കിത് വെട്ടാം. പ്രാവശ്യം കുറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞങ്ങളും ഉണ്ടാക്കും. അടുത്ത പ്രാവശ്യം ചക്ക കൊണ്ട് തേങ്ങയെല്ലാം വറുത്തരച്ച് നല്ലൊരു കറി ഉണ്ടാക്കും. നല്ല തേങ്ങാക്കൊത്തെല്ലാം അരിഞ്ഞിട്ട് നല്ല സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാമല്ലോ. നല്ല വൃത്തിയായി എല്ലാം നന്നാക്കി കഴിഞ്ഞ് ഇനി നമുക്കത് ചെറുതാക്കി അരിഞ്ഞിടണം. ഇതെല്ലാം നന്നാക്കി കളിയായി. ഇനി ചെറുതാക്കി നുറുക്കിയിടെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ചെറുതാക്കി അരിഞ്ഞിട്ടാലാണ് നല്ല രസം ഉണ്ടാകുക. വേഗം വീഴുകയും ചെയ്യും. അങ്ങനെ ചക്ക അരിഞ്ഞ് കഴിഞ്ഞ്, ചക്കക്കേൻ്റെ തോരൻ അരിഞ്ഞ് കഴിഞ്ഞ് ഇനി നല്ലോണം കഴുകിയിട്ട് അടുപ്പത്ത് വെക്കണം. കഴുകിയിട്ടൊക്കെ പച്ച നമ്മൾ മൂത്ത ചക്ക നമ്മൾ കഴുകിയില്ല, അങ്ങനെ അരിഞ്ഞിടും. ഇത് പക്ഷേ കഴുകണമെന്നെങ്കിൽ ഇതിൻ്റെ ഒരു ഇതുണ്ടാകും. ചക്ക പൊന്തിയിട്ടാണ് വരിക. ചക്കയ്ക്ക് കനം കുറഞ്ഞൊരു സാധനമല്ലേ. കഴുകിക്കഴിഞ്ഞ് ഇനി അടുപ്പത്ത് വെക്കണം, കുറച്ച് അരിച്ച് കളയുക. ഇനി കച്ചട്ടിയിൽ കഴുകിയിട്ടൊക്കെയുണ്ട്. ഇനി ഇതിന് വേണ്ട മസാല ഇതിലിടണം. ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി, കുറച്ച്, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് നല്ല വേവുണ്ടാവും ഇതിന്. കുരുമുളക് ഇറക്കി വെക്കാൻ നേരം കുരുമുളക് ഇടുക, എന്നാലും അതിൻ്റെ സ്വാദ് കിട്ടും. കറിവേപ്പില കുറച്ച് ഇതിലിട്ട് എന്നാലും അതിൻ്റെ സ്വാദ് ഉണ്ടാവും. എനിക്ക് കറിവേപ്പില ഇട്ടാൽ മതിയാകില്ല, അത്രയേ ഇടും ഞാൻ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. ഇഞ്ചി വേണം, പിന്നെ ലേശം കൊത്തിയിടും. ചക്ക നന്നായിട്ട് കൊത്തിയനെക്കൊണ്ട് നല്ല ഇതുണ്ട്. ചെറുതായി കൊത്തിയനെക്കൊണ്ട് എല്ലാം കഴുകിയെല്ലാം വെച്ച് മസാലയെല്ലാം ഇട്ട് ഇനി അടുപ്പത്ത് വെക്കട്ടെ. ചക്ക മൂത്തിട്ട് നമുക്കൊരു ചക്കയും കഞ്ഞി ഉണ്ടാക്കണം. സുഹൃത്തുക്കളെല്ലാം വിളിച്ചിട്ട് ചക്കയും കഞ്ഞിയും കൊടുക്കുക. ഇപ്പോൾ അടുപ്പ് പുകയില്ലാത്ത അടുപ്പല്ലേ, പുകയില്ലാത്ത അടുപ്പിൽ നമുക്ക് തീ കത്തിക്കാൻ പാടാണ്. ശരിക്കും ഈ വായു കിടക്കുന്ന അടുപ്പായിരിക്കണം. പണ്ട് കാലമെല്ലാം നമ്മൾ വായു കിടക്കുന്ന അടുപ്പത്തല്ലേ വെക്കൽ. നല്ലതാ, ഏത് വിറക് ഉണ്ടാക്കുകയും ചെയ്യുക. ചക്ക വീഴാൻ കുറച്ച് സമയം എടുക്കുമോ. നേരം ചോല് മടയട്ടെ. കുറേ ചോല് മടഞ്ഞ് വെച്ചിട്ടുണ്ട്. 40 ഉറുപ്പ്യുണ്ട് ഒരു ചോലിന്. ഇപ്പോഴുള്ള കുട്ടികളൊന്നും ചോല് മടിയില്ല. അവരന്നേരം പീടിയെ പോയി വാങ്ങിക്കൊണ്ട് വരും, പഠിക്കും. അടിപൊളി ചോല് നന്നായി വരുന്നത്, നല്ല ചോല്. ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അധികം പാളിക്കരുത്, അടങ്ങി കത്തണം, എന്നാലത് വേഗം പോവും. പാളിയ വേഗം വെള്ളം കറ്റിപ്പോവും. എന്താ വെച്ചാൽ വറവിലിട്ടാൽ ആ ചക്ക വേറെ അധികം വെളിച്ചെണ്ണയിലാണ്. ഇതധികം വെളിച്ചെണ്ണയൊന്നും ഇല്ലാണ്ട് കുറച്ച് തേങ്ങ ഒതുക്കിയിടുക. പിന്നെ ചെറുതാക്കി അരിഞ്ഞതിനെ കൊണ്ട് വേഗം പോവുകയും ചെയ്യും. നല്ലതില്ലേ ചൂല്? നല്ല ചൂലായില്ലേ? മറ്റേത് അവസാനം ചൂല് മടി. ഇപ്രാവശ്യം നേരത്തെ ഞാൻ കെട്ടി വെച്ച്,
എല്ലാം മടങ്ങി 10 ചൂല് കെട്ടി വെച്ച് മടങ്ങി വെച്ച്. വന്തിക്കുണ്ട് ഇങ്ങനെ ആയി വരുന്നത് കുറച്ച് വെളിച്ചെണ്ണ ആക്കണം. ഈ വെളിഞ്ഞയിലെല്ലാം ആയിപ്പോൾ കുറച്ച് ഇത്രയേ ഉണ്ടോ. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടു. കൊണ്ട് വെള്ളമെല്ലാം വെറ്റിക്കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു വറവും കൂടി ഇടാം. ഉഗ്രനായിക്കോട്ടെ. പച്ചമുളക് ഇതിലേക്ക് വെന്തിട്ടിടാൻ വെച്ചിട്ട് അതേ വന്നാൽ തീരെ അങ്ങ് അലിഞ്ഞു പോകും. കുരുമുളക് പൊടിയിട്ടുണ്ട് കുറച്ച്. വെള്ളം വറ്റി വരുന്നുണ്ട്. ഈ പുഴുക്ക് ചോറിനും കൂട്ടാം. ഈ പുഴുക്കാക്കി നമുക്ക് ചെയ്യുക. തോരനായിട്ട് ചോറിനും കൂട്ടാം. വെളിച്ചെണ്ണ വെച്ചിട്ട് ഇനി തേങ്ങ ഒതുക്കിയാണ്. വെളിച്ചെണ്ണ ഇനി ഞാൻ കണ്ടു. കച്ചട്ടിയിൽ വെള്ളം ഒഴിച്ച് വെക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നല്ലതായിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞ് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കട്ടെ. നമുക്ക് പാത്രത്തിൽ വറവിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വറവിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇതിന് വറവിലേക്ക് വയ്ക്കാം. നമുക്ക് കണ്ടിട്ട് തന്നെ നല്ലതായി തോന്നുന്നുണ്ട്. നല്ല രസമുണ്ടാവും. അങ്ങനെ നമ്മളെ ചക്ക കൊണ്ടുള്ള തോര റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല രസമുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ചക്ക ഇല്ലാലോ പ്രാവശ്യം. അതുകൊണ്ട് നമ്മൾ ഉച്ചക്കത്തെ ചോറിൻ്റെ ഒരു തോരൻ ഇത് തന്നെ. നല്ല ഉപ്പേരിയായി നമുക്ക് ചോറിന് കൂട്ടാമല്ലോ. ഇതാ ചക്ക നമ്മളാരും അത്ര എടുക്കാൻ നിൽക്കുകയില്ല. എന്താ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എടുക്കുക. അരിഞ്ഞിട്ടെല്ലാം പാകമാക്കി എടുത്താൽ തിന്നാൽ നല്ല സ്വാദുണ്ടാവും. അങ്ങനെ ചക്കേൻ്റെ തോര റെഡി ആയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. നല്ല രസമുണ്ടോ? സ്വാദുണ്ടോ? സ്വാദുണ്ടോ? നോക്കി. നല്ല രസമുണ്ട്. ആ രസമുണ്ട്. ചറായി